ഒരു യുഗത്തിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി പുറം രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ തേടിയെത്തിയിരുന്നു, നളന്ദയും തക്ഷശിലയൊക്കെ. അങ്ങനെയാണ് ഈ നാട്ടിന് ഭാരതം എന്ന പേര് വരുന്നത്. കാരണം അക്ഷരാർത്ഥം, ഭാവാർത്ഥം, വ്യംഗ്യാർത്ഥം, രൂഢമൂലം, ഇങ്ങനെ പല അർത്ഥതലങ്ങളുണ്ട്. തട്ടി വിട്ടോളും എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ തട്ടി വിട്ടിട്ടുണ്ട് നമ്മുടെ ഭാഷ. അപ്പോൾ അതിൽ ഈ അക്ഷരാർത്ഥം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ഷരങ്ങൾക്കൊരർത്ഥമുണ്ട്. ഇപ്പോൾ ഭ എന്ന് പറഞ്ഞാൽ വെളിച്ചം, അതുകൊണ്ട് ഭാസ്കരൻ, വെളിച്ചം തരുന്നവൻ. ഭയം എന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് എപ്പോഴാണ് വെളിച്ചമില്ലാതാകുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ്, അത് ഭയം. അപ്പോൾ അങ്ങനെ അക്ഷരാർത്ഥമുണ്ട്. ഭ. രാ എന്ന് വെച്ചാൽ ഇരുട്ട്, രാമൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടില്ലാതാക്കുന്നവൻ. ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ട് നീക്കം ചെയ്യാൻ അറിവ് പ്രദാനം ചെയ്യുന്നവൻ. അപ്പോൾ അങ്ങനെ രായ്ക്ക് രാത്രി എന്ന് പറഞ്ഞാൽ ഒരു യാമത്തിൽ 3 യാമങ്ങളായിട്ട് ഇരുട്ടുള്ള സമയത്തിന് രാത്രി. ത്രയം എന്ന് പറഞ്ഞാൽ 3. അല്ലാതെ രാത്രി ഇംഗ്ലീഷാണെന്ന് പറയരുത്, അത് ഇംഗ്ലീഷല്ല. ത്രയം എന്നുള്ളതിന് ചുരുക്കി രാത്രി എന്ന് പറഞ്ഞു. ഓക്കെ, ഫൈൻ. അങ്ങനെ തമസ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ പേര് മറ്റ് രാജ്യങ്ങളിൽ നിന്നും പഠിക്കാൻ വേണ്ടിയിട്ട്, ആസ്ട്രോണമിയും സയൻസും മെഡിസിനും പഠിക്കാൻ വേണ്ടി പല രാജ്യങ്ങളിൽ നിന്നും ഈ നാട്ടിലേക്ക് വരണം. ഇപ്പോൾ ഈ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ കണ്ട് നമ്മൾ ഓടുന്നത് പോലെ ഒരു കാലത്ത് ഈ നാട്ടിലേക്ക് പല രാജ്യത്തു നിന്ന് ആൾക്കാർ വന്നിരുന്നു. ഹ്യുവൻ സെങ്ങും ലാവോസിയൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിന് പ്രൂഫുണ്ട്. കാരണം അന്ന് ഭാരതീയർക്ക് ഭാരതം എന്താണെന്ന് ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ ഭ, ര, തമ എന്ന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ, അക്ഷരാർത്ഥം എടുത്തു കഴിഞ്ഞാൽ വെളിച്ചം, ഇരുട്ട്, തമസ്. തമസ് എന്ന അറിവില്ലായ്മയുടെ ഇരുട്ടിനെ നീക്കം ചെയ്യാൻ വെളിച്ചം പ്രദാനം ചെയ്യുന്ന നാടേതോ അത് ഭാരതം.